മലയാളികൾക്ക് സുപരിചിതനാണ് മണിക്കുട്ടൻ. ടെലിവിഷനിലൂടെയാണ് മണിക്കുട്ടൻ ശ്രദ്ധ നേടുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെയാണ് മണിക്കുട്ടൻ കരിയർ ആരംഭിക്കുന്നത്. ഇന്നും ആരാധകർ ആ പ്രകടനം ഓർത്തിരിക്കുന്നു. അന്നും ഇന്നും മണിക്കുട്ടൻ ഞങ്ങൾക്ക് കായംകുളം കൊച്ചുണ്ണിയാണെന്നാണ് ആരാധകർ പറയുന്നത്. വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് ആയിരുന്നു ആദ്യ സിനിമ. ഹണി റോസ് ആയിരുന്നു ചിത്രത്തിലെ നായിക. സിനിമ വലിയ വിജയം നേടി. പിന്നീട് മണിക്കുട്ടനെ തേടി നിരവധി സിനിമകൾ എത്തി. നായകനായും വില്ലനായും സഹനടനുമായെല്ലാം മണിക്കുട്ടൻ കയ്യടി നേടിയിട്ടുണ്ട്. അതിനിടെ ബിഗ് ബോസിലും എത്തി. ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ വിജയിയായി മാറാനും മണിക്കുട്ടന് സാധിച്ചു. പൊതുവെ ബിഗ് ബോസിൽ വിന്നറാകുന്നവർക്ക് പോലും കടുത്ത ഹെയ്റ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ മണിക്കുട്ടൻ അകത്തും പുറത്തും പോസിറ്റീവ് അഭിപ്രായം നേടിയ ബിഗ് ബോസ് വിന്നറാണ്. ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ ബിഗ് ബോസിലൂടെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് മണിക്കുട്ടന്. പിന്നീടുള്ള സീസണുകളിലെ താരങ്ങളുടെ പ്രകടനങ്ങളെ മണിക്കുട്ടനോട് താരതമ്യം ചെയ്യുന്നതും പതിവായി മാറിയിട്ടുണ്ട്. അതേസമയം മണിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് തോമസ് ജെയിംസ് എന്നാണ്. പലരും ബിഗ് ബോസിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. തോമസ് ജെയിംസ് എന്ന ഇടിവെട്ട് പേര് ഉപേക്ഷിച്ച് ഇദ്ദേഹം സ്വീകരിച്ച പേരാണ് മണിക്കുട്ടൻ. ഇപ്പോഴിതാ തൻ്റെ പേരിന് പിന്നാലെ കഥ പറയുകയാണ് മണിക്കുട്ടൻ. അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് വെച്ചാണ് മണിക്കുട്ടൻ തൻ്റെ പേരിന് പിന്നിലെ കഥ പറയുന്നത്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുമുണ്ട് പേര് മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന്. അങ്ങനെയൊന്നുമല്ല. മണിക്കുട്ടൻ എന്നത് എൻ്റെ പേര് തന്നെയാണ്. പപ്പ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചതൊക്കെ. അവിടെയുള്ള ആൻറ്റിയുടെ പേരാണ് മണി. എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയും മണി ആൻറ്റി തന്നെയാണ് ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് എൻ്റെ കുടുംബത്തെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്, മണിക്കുട്ടൻ പറയുന്നു. അതിനാൽ മകൻ ജനിച്ചപ്പോൾ അവരോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് മണിക്കുട്ടൻ എന്ന് പേരിടുന്നത്. ഇന്ന് പലരും മണിക്കുട്ടൻ എന്ന പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നാളെ നമ്മുടെ നാട്ടിൽ മതത്തിനൊക്കെ അപ്പുറത്ത് സ്നേഹവും പരസ്പര സഹായത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു കാലം വരും. അന്ന് മണിക്കുട്ടൻ എന്ന പേരും ചർച്ച ചെയ്യപ്പെടും. ആ നന്ദിക്ക് വേണ്ടിയാണ് ഞാൻ മണിക്കുട്ടൻ എന്ന് പേരിട്ടത് എന്നും മണിക്കുട്ടൻ പറയുന്നു. നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. പുള്ളി ക്രിസ്ത്യാനിയാണെന്ന് പോലും ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല. അറിയുകയും വേണ്ട. മണിക്കുട്ടൻ ആയാലെന്ത്, തോമസ് ആയാലെന്ത്, ചേട്ടൻ സൂപ്പറാ. നല്ല സന്ദേശം. ഇപ്പോൾ ഇത് കേൾക്കുന്ന അവർക്ക് ഒരുപാട് സന്തോഷം ആയിട്ടുണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണം.